എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ജിജോ ജോയ്. ഞാൻ സ്പൈൻ വേദ ഹോസ്പിറ്റലിന്റെ സീനിയർ കൺസൾട്ടന്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഈ സ്പൈൻ വേദ ഹോസ്പിറ്റൽ എന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും എന്താണ് സ്പൈൻ വേദ ഹോസ്പിറ്റൽ. അത് ഡിസ്ക് ബൾജുകളും സ്പൈനിനുണ്ടാവുന്ന പ്രോബ്ലംസും ട്രീറ്റ് ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണ് സ്പൈൻ വേദ ഹോസ്പിറ്റൽ. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വരുന്ന രോഗികൾക്ക് നമ്മൾ സർജറി ഇല്ലാതെ തന്നെ ചികിത്സ നൽകുന്ന ഒരു സ്ഥാപനമാണ് സ്പൈൻ വേദ. നിങ്ങൾക്ക് അതിസഹിക്കാൻ വയ്യാത്ത തോള് വേദന, അതായത് ഷോൾഡറിനുണ്ടാവുന്ന വേദന അനുഭവിക്കുന്നവരാണോ? നിങ്ങൾ ഈ വീഡിയോ ശ്രദ്ധിച്ചോളൂ. അതായത് ഫ്രോസൺ ഷോൾഡർ എന്ന് പറഞ്ഞ ഒരു രോഗാവസ്ഥയുണ്ട്, അല്ലെങ്കിൽ പെരി ആർത്രൈറ്റീസ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്തുകൊണ്ട് വരുന്നു എന്ന് ഞാൻ ആദ്യം പറയാം. നമുക്ക് ഈ കാലക്രമേണമായിട്ടുള്ള ജോയിന്റിന് തേയ്മാനങ്ങൾ കൊണ്ടുണ്ടാവും. രണ്ടാമത് പ്രധാനമായി നമ്മൾ ഇന്ന് കണ്ടുവരുന്ന ഒരു കാര്യം ഡയബറ്റിസ് പേഷ്യൻസിനാണ്. അപ്പോൾ ഡയബറ്റിസ് വന്നു ഒരു 3 to 10 years ആയ പേഷ്യൻസിന്, അത് ഡയബറ്റിസ് വന്ന് 3 വർഷം കഴിഞ്ഞ പേഷ്യൻസുകളിൽ അവർക്ക് ആ ഒരു ജോയിന്റിനുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ കൊണ്ട് ഫ്രോസൺ ഷോൾഡറിലേക്ക് പോകും. ഇത് എങ്ങനെയാണ് നിങ്ങളുടെ തോള് വേദന ഫ്രോസൺ ഷോൾഡർ ആണ് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, രാത്രി അതിസഹിക്കാൻ വയ്യാത്ത വേദന, പ്രത്യേകിച്ച് AC അല്ലെങ്കിൽ എന്തെങ്കിലും തണുപ്പോ നിങ്ങൾക്ക് കയ്യിലേക്ക് എക്സ്പോഷർ വരുമ്പോഴത്തേക്കും അതിസഹിക്കാൻ വയ്യാത്ത വേദന വരികയും, അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് ഇവിടുന്ന് വേദന വന്ന് ഇങ്ങനെ ഒരു പെയിൻ വരികയാണെങ്കിൽ അത് ഫ്രോസൺ ഷോൾഡർ കൊണ്ടുണ്ടാകും. പിന്നെ ഇത് വരുന്ന അഡ്വേഴ്സ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൈ പൊക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. രണ്ടാമത് കൈ പുറകിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയുള്ള അവസ്ഥകളിൽ നമ്മളൊരു ഡോക്ടറിന്റെ നിർദ്ദേശം തേടി ട്രീറ്റ്മെന്റ് എടുക്കുകയും അതുപോലെ തന്നെ മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യും. കയ്യിൽ നമ്മൾ ഈ ഫിസിയോതെറാപ്പി പോലുള്ള എക്സസൈസുകൾ നമ്മൾ നിരന്തരമായി ചെയ്തു കഴിഞ്ഞാൽ ഈ കൈ പൊങ്ങാത്ത, അപ്പം ഞങ്ങളുടെയൊക്കെ ഈ ഒരു സ്പൈൻ വേദയിലൊക്കെ ഒരുപാട് കേസ് ഫ്രോസൺ ഷോൾഡർ വരുന്നൊരു കേസാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഞങ്ങൾക്ക് ഒരു 7 to 9 days ട്രീറ്റ്മെന്റ് കൊണ്ട് ഒട്ടും പൊങ്ങാത്ത പേഷ്യൻസിന്റെ കൈ നമുക്ക് മാക്സിമം പൊക്കി മേള് വരെ എത്തുകയും ബാക്കിലേക്കുള്ള, അതായത് റേഞ്ച് ഓഫ് മോഷൻ ഇൻക്രീസ് ചെയ്യുന്ന ട്രീറ്റ്മെന്റ് നമുക്കിവിടെ സ്പെഷ്യലായിട്ട് ഫ്രോസൺ ഷോൾഡർ നമ്മളിവിടെ നടത്തി വരും.